ഇവർ രണ്ടാൾക്കും ഞാനിവിടെ വാടകയ്ക്ക് കൊടുത്താണ്. അപ്പം കിച്ചൺ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ രണ്ടാളും അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വാടക കൊടുത്തത് ഞാൻ കിച്ചണിലാണ്. കിച്ചണിൽ ഇവർ സെപ്പറേറ്റ് ഒരു വീടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീട് ഞങ്ങൾ കാണിച്ചു തരാം. ഇവർ രണ്ടാളാണ്. കുറഞ്ഞ പൈസയ്ക്ക് ആ വാടക കൊടുത്ത്, കുഴപ്പമില്ല. കൂടൊക്കെ കുറേ ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു കൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ പുറത്തേക്ക് പോകും. എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോരുമ്പോഴാണ് അവർ കയറി വരിക. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 2 ദോശയും ചായയൊക്കെ ഉണ്ടാക്കുന്നത്, വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിൽ കയറും. കുഴപ്പമൊന്നുമില്ല, കുഴപ്പക്കാരൊന്നുമല്ല. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ചെയ്യുന്നവരല്ല. അങ്ങനത്തെ ആൾക്കാർക്കേ ഞാൻ വാടക കൊടുക്കുള്ളൂ. നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കില്ല. അവർക്ക് കുഴപ്പക്കാരല്ല. അതുകൊണ്ട് ഒരു രണ്ടാളുമാണ് ഇവിടെ. അപ്പോൾ ഞാൻ അവർക്ക് മാറി കൊടുക്കട്ടെ വേഗം. അപ്പോൾ ഇവിടെയാണ് അവർ കൂട് റെഡിയാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വാഷ് ബേസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകാൻ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഒച്ച കേൾക്കുമ്പോൾ അവർ പുറത്ത് പോകും. അതാണ് അവരെ കൂട്. എന്ത് ഭംഗിയായിട്ട് അവർ കൂട് റെഡിയാക്കിയെന്ന് നോക്കിയാൽ. എല്ലാവർക്കും വീടൊരു സ്വപ്നമല്ലേ. അപ്പോൾ എല്ലാവരും വീട് സൂപ്പറാക്കിയിട്ടാണ്, അടിപൊളിയാക്കിയ വീട്. അപ്പം ഇവരുടേതായ കഴിവിൽ ഒരു വീടൊക്കെ സൂപ്പറാക്കിയതാണ്. ഇല കൊണ്ടൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് ഇവർ വീട് റെഡിയാക്കിയത്. അപ്പോൾ നല്ല കുഴപ്പമില്ല. അവർ കറക്റ്റ് മാസം വാടകയൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഇതിപ്പോൾ 2ാമത്തെ മാസമാണ്. കഴിഞ്ഞ മാസം കറക്റ്റിന് വാടകയൊക്കെ തന്നായിരുന്നു. ഇനിയിപ്പോൾ അവർ 2 മുട്ടയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 2 കുഞ്ഞുങ്ങളുണ്ടാവും. അതിൻ്റെ ഇതൊക്കെയാണ്. ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ രണ്ടാൾക്കും. അപ്പോൾ ഇതാണ് അവരുടെ 2 കുഞ്ഞു മുട്ട കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ അടയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാത്തിരിക്കുന്നത്, ബഹളം. ഇതിപ്പോൾ ഇനി കുഞ്ഞുങ്ങളാവും. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവികളൊക്കെ പിടിക്കുന്നുള്ള ആ ഒരു ഇതിലാണ് അവർ ഇവിടേക്ക് വന്നത്. കണ്ടോ, 2 കുഞ്ഞുമുട്ട. എന്ത് രസമല്ലേ വീട് കാണാൻ. ഇത് ഭംഗിയായിട്ടാണ് അവർ ആ വീട് റെഡിയാക്കിയെന്ന് നോക്കിയാൽ. ഡെക്കറേഷൻ കണ്ടോ, ഇലകളൊക്കെ വെച്ചിട്ട് എന്ത് രസമാണ്. അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ഇനിയിപ്പം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവുന്നവരെ അവർക്ക് സമാധാനമില്ല. അപ്പോൾ അതാണ് വീട്. എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലേ, വീടെങ്ങനെ ഭംഗിയാക്കി മാറ്റണം, അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.